ഹായ് മക്കളെ, നാളെയാണ് എന്തുവാ നിങ്ങളുടെ +2 കെമിസ്ട്രി എക്സാമിനേഷൻ നാളെയാണ്. പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളെല്ലാം പറഞ്ഞു തരട്ടെ. നാളെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കാണും ആ ക്വസ്റ്റ്യൻസ്. അതാണ്ട് ഈ ചോദ്യങ്ങളെല്ലാം പറഞ്ഞുതരാം. നാളെയാണ് എക്സാമിനേഷൻ, അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽഡ് ആയ എക്സ്പ്ലനേഷൻ ഒന്നും പറയത്തില്ല. ജസ്റ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരും, പിന്നെ അത്യാവശ്യം വേണ്ടെടുത്ത് ഒരു എക്സ്പ്ലനേഷൻ തരും. ക്ലിയർ ആണല്ലോ? നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നാളെ എക്സാമിനേഷന് പോകാവൂ. ക്ലിയർ ആണല്ലോ? ശരിതാണ്ട് നമ്മളുടെ ആദ്യത്തെ ചാപ്റ്റർ ഏതാണ്? കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ്. ആദ്യത്തെ ചാപ്റ്റർ ഏതാ? കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. മക്കളെ, കോർഡിനേഷൻ കോമ്പൗണ്ടിനകത്ത് നിന്ന് ആദ്യം നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകേണ്ടത് ഡബിൾ സാൾട്ടും കോർഡിനേഷൻ കോമ്പൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കണം. എന്താണ് ഡബിൾ സാൾട്ട്, എന്താണ് കോർഡിനേഷൻ കോമ്പൗണ്ട് തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കണം. രണ്ട് പേരുടെയും ഒരു 2 എക്സാമ്പിളും കൂടെ പഠിച്ചോണം. അപ്പൊ ആദ്യത്തെ ചോദ്യം ഡബിൾ സാൾട്ടും കോർഡിനേഷൻ കോമ്പൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. വിത്ത് എക്സാമ്പിൾ പഠിച്ചോണം. ക്ലിയർ ആണ്? രണ്ടാമത്തത് നോമൻക്ലേച്ചർ ആണ്. നിങ്ങൾക്കറിയാം IUPSC നോമൻക്ലേച്ചർ ആണ്. നോമൻക്ലേച്ചർ അടിപൊളിയായിട്ട് പഠിച്ചോണം. ഷുവർ ഷോട്ട് ഗ്യാരണ്ടി ക്വസ്റ്റ്യനുകളിൽ ഒന്നാണ് നോമൻക്ലേച്ചർ. നോമൻക്ലേച്ചറിൽ നിന്ന് എത്ര ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം? 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം. ഏതൊക്കെയാ? ഒന്ന്, നിങ്ങൾക്കൊരു കോർഡിനേഷൻ കോമ്പൗണ്ടിനെ അവർ തരും, എന്നിട്ട് നിങ്ങളോട് അതിന്റെ പേര് ചോദിക്കാം. രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് പേര് തന്നിട്ട് കോർഡിനേഷൻ കോമ്പൗണ്ട് എഴുതാനായിട്ട് ചോദിക്കാം. അപ്പൊ അത് 2 രീതിയിലും അടിപൊളിയായിട്ട് എന്തോ ചെയ്തോണം, പഠിച്ചോണം. ക്ലിയർ അല്ലയോ? നിങ്ങൾക്കറിയാം കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ പേര് എഴുതണമെങ്കിൽ ലിഗാൻഡിനെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. അവരുടെ പേര് നിങ്ങൾക്കറിയണം, ചാർജ് നിങ്ങൾക്കറിയണം. അതേപോലെ നമ്മുടെ ഇഷ്ടം, നിങ്ങളുടെ ഇഷ്ടം, എന്നിഷ്ടം, നിന്നിഷ്ടം പേരിടാനായിട്ട് പറ്റത്തില്ല. IUPSC സർട്ടൻ സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. റൂൾസ് ഫോളോ ചെയ്ത് ഇടാവുള്ളൂ. അപ്പൊ നോമൻക്ലേച്ചർ ഷുവർ ഷോട്ട് ആണ്, ഗ്യാരണ്ടി ആണ്. അടിപൊളിയായിട്ട് പഠിച്ചോണം. അടുത്തത് ഐസോമെറിസം ആണ്. നിങ്ങൾക്കറിയാം ഐസോമെറിസം 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? സ്ട്രക്ചറൽ ഐസോമെറിസവും ജോമെട്രിക്കൽ ഐസോമെറിസവും. സ്ട്രക്ചറൽ ഐസോമെറിസവും ജോമെട്രിക്കൽ ഐസോമെറിസവും അറിയാലോ. സ്ട്രക്ചറലും ജോമെട്രിക്കലും വൃത്തിയായിട്ട് പഠിച്ചോണം. സ്ട്രക്ചറലിനകത്ത് വരുന്നത് 4 എണ്ണമാണ്. ഏതൊക്കെയാ? അയണൈസേഷൻ ഐസോമെറിസം, ലിങ്കേജ് ഐസോമെറിസം, കോർഡിനേഷൻ ഐസോമെറിസം, ഹൈഡ്രേറ്റ് ഐസോമെറിസം. അവരുടെ എല്ലാം ഡെഫിനിഷനും പഠിച്ചോണം, എക്സാമ്പിളും പഠിച്ചോണം. ക്ലിയർ ആണല്ലോ? നേരെ ജോമെട്രിക്കലിലേക്ക് പോകുന്നു. ജോമെട്രിക്കലിനകത്ത് ഞാൻ ഈ പറയുന്ന ഇത്രയും കോമ്പൗണ്ടുകളുടെ ജോമെട്രിക്കൽ ഐസോമർ നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് അറിയണം. ആ പേര് മാത്രമേ പറയുന്നുള്ളൂ, എക്സാമ്പിൾ മാത്രമേ പറയുന്നുള്ളൂ. ഒന്നാമത്തെ ആളാരാ? സാറേ, ഞങ്ങൾ ജോമെട്രിക്കലിനകത്ത് പഠിക്കേണ്ട ഒന്നാമത്തെ ആളാരാ? ഇന്നാ പിടിച്ചോ പിള്ളാരെ. ഒന്നാമത്തെ ആള് PT NH3 ട്വൈസ് Cl2 ആണ്. ഇയാളുടെ ജോമെട്രിക്കൽ ഐസോമർ വരയ്ക്കാൻ പഠിക്കണം. സിസും ട്രാൻസും. NH3 സെയിം സൈഡ് അല്ലെങ്കിൽ Cl സെയിം സൈഡ്, സിസ് ഓപ്പോസിറ്റ് ട്രാൻസ് പഠിച്ചോണം. രണ്ടാമത്തതുണ്ടല്ലോ പിള്ളാരെ, രണ്ടാമത്തത് എന്റെ മക്കൾ പഠിക്കേണ്ടത് ഏതാണെന്നറിയാടാ? വരച്ച് CO NH3 4 ടൈംസ്, CO NH3 4 ടൈംസ് Cl2 പ്ലസ് MA4B2 ആണ്. അതിന്റെ ജോമെട്രിക്കൽ ഐസോമർ വരച്ച് പഠിച്ചോണം, സിസ് ട്രാൻസ്. അടുത്തത് വരച്ച് പഠിക്കേണ്ടത് ഏതാണെന്നറിയാവോ? CO Cl2 En ട്വൈസ് പ്ലസ് ഇയാളുടേതും വരച്ച് പഠിച്ചോണം. En ബൈഡന്റേറ്റ് ലിഗാൻഡ് ആണ്. ബൈഡന്റേറ്റ് ലിഗാൻഡ് വരുന്ന സമയത്ത് എങ്ങനെ വരയ്ക്കണമെന്നൊക്കെയുള്ള ശ്രദ്ധിച്ച് അത് വരച്ച് പഠിച്ചോണ്ടേ എന്റെ കുട്ടികൾ പോകാൻ പാടുള്ളൂ. ഓക്കെ ആണല്ലോ? അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതും വൃത്തിയായിട്ട് വരച്ച് പഠിച്ചോണം. CO NH3 ത്രൈസ്, NO2 ത്രൈസ്. ഓക്കെ ആണ്? ഇതും നിങ്ങൾ പഠിച്ചതാണ്. ഒരു സ്പെഷ്യൽ കേസ് ആണ്. ഇതിനെ MA3B3 ആണ്. ഇതിന്റെ 2 ഐസോമർ ഏതൊക്കെയാ? ഫാക്കും മെറും. വരച്ച് പഠിച്ചോണം. അപ്പൊ ഐസോമെറിസത്തിനകത്തുനിന്ന് ഇത്രയും കാര്യങ്ങൾ മാത്രം വൃത്തിയായിട്ട് പഠിച്ചാൽ മതി. സ്ട്രക്ചറൽ ഐസോമെറിസം ഏതൊക്കെയാ പറ, കേൾക്കണം. ഏതൊക്കെയാ പറ? അയണൈസേഷൻ, ലിങ്കേജ്, ഹൈഡ്രേറ്റ്, കോർഡിനേഷൻ. ജോമെട്രിക്കൽ ഐസോമെറിസത്തിനകത്തുനിന്ന് ഇത്രയും കോമ്പൗണ്ടുകളുടെ കൃത്യമായിട്ട് വരച്ച് പഠിച്ചുകൊണ്ടേ പോകാവുള്ളൂ. കേട്ടോ? ഓക്കെ, ശരി. അങ്ങനാണെങ്കിൽ ദാണ്ടെ
അങ്ങനാണെങ്കിൽ ദാണ്ടെ അടുത്തതിലേക്ക് കടക്കുന്നു. അടുത്ത നിങ്ങൾ പഠിക്കേണ്ടത് വെർനേഴ്സ് തിയറി ആണ്. വെർനേഴ്സ് തിയറി നിങ്ങൾക്കറിയാം. ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിനകത്തെ സെൻട്രൽ മെറ്റൽ ആറ്റം രണ്ട് വാലൻസി എക്സിബിറ്റ് ചെയ്യും അല്ലയോ? പ്രൈമറി വാലൻസിയും സെക്കൻഡറി വാലൻസിയും. പ്രൈമറി വാലൻസി അയണൈസബിൾ ആണ്, സെക്കൻഡറി വാലൻസി നോൺ അയണൈസബിൾ ആണ്. പ്രൈമറി വാലൻസി കറസ്പോണ്ട്സ് ടു ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്, സെക്കൻഡറി വാലൻസി കറസ്പോണ്ട്സ് ടു ദ കോർഡിനേഷൻ നമ്പർ ആണ്. ആ വെർനേഴ്സ് തിയറിയുടെ പോസ്റ്റുലേറ്റ്സ് മേ ബി പരീക്ഷയ്ക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. അടുത്ത ചോദ്യമാണ് പിള്ളാരെ വാലൻസ് ബോണ്ട് തിയറി. അടുത്തത് ഏതാണ്? വാലൻസ് ബോണ്ട് തിയറി. എന്റെ മക്കളെ, വാലൻസ് ബോണ്ട് തിയറിയുടെ 2 ചോദ്യങ്ങളാണ് പഠിക്കേണ്ടത്. വാലൻസ് ബോണ്ട് തിയറിയുടെ 4 കോംപ്ലക്സിന്റെ സോൾവ് ചെയ്യുന്നത് പഠിച്ചോണ്ടേ പോവാള്. അല്ലാതെ എക്സാമിനേഷൻ ഹാളിലേക്ക് ആരെങ്കിലും പോയാൽ അവരെ ഞാൻ ഇടിക്കും. 4 കോംപ്ലക്സുകൾ ഞാൻ പറയും, ആ 4 കോംപ്ലക്സും പഠിച്ചോണ്ടേ പോകാവോ. ചോദിക്കും പരീക്ഷയ്ക്ക്, വൃത്തിയായിട്ട് പഠിച്ചോണം. ആദ്യത്തെ കോംപ്ലക്സ് ഇതാണ്, ദാ ഇവിടെ എഴുതി വെക്കാം. ആദ്യത്തെ കോംപ്ലക്സ് ഇതാണ്. VB തിയറിയിൽ NiCl 4 ടൈംസ് NiCl 4 ടൈംസ് 2 ഇയാളുടെ വാലൻസ് ബോണ്ട് തിയറിയെ സോൾവ് ചെയ്യുന്നത് പഠിച്ചുകൊണ്ട് പോകണം. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഓർമ്മപ്പെടുത്തലുകൾ മാത്രമാണ്. രണ്ടാമത്തത് പിടിച്ചോ NiCN4 2 പഠിച്ചോണേ. അടുത്തത് NiCO 4 ടൈംസ് പഠിച്ചോണേ. അടുത്തത് CO NH3 6 ടൈംസ് 3+. ഇത്രയും പേരുടെ വാലൻസ് ബോണ്ട് തിയറി സോൾവ് ചെയ്യുന്നത് കൃത്യമായിട്ട് പഠിച്ചുകൊണ്ടേ പോകാവൂ. പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് ചോദിക്കും. 1 ഹൈബ്രിഡൈസേഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട്, 2 അവരുടെ ജോമെട്രി ചോദിക്കാൻ സാധ്യതയുണ്ട്, 3 അവരുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതാണ് VB തിയറിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് ചോദിക്കുക. പിന്നെ പഠിക്കേണ്ടത് അവന്റെ എന്താണ്? ലിമിറ്റേഷൻ ആണ്. നിങ്ങൾക്കറിയാം VB തിയറിയുടെ മോസ്റ്റ് ഓഫ് ദ പോയിന്റ്സ് എന്താണ്? അസംഷൻസ് ആണ്. അതേപോലെ മാഗ്നറ്റിക് ഡാറ്റയുടെ ക്വാണ്ടിറ്റേറ്റീവ് ആയി ഇന്റർപ്രിട്ടേഷൻ തരുന്നില്ല. കോർഡിനേഷൻ കോംപ്ലക്സ് കളർ എക്സിബിറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നില്ല. അങ്ങനെ നിരവധി ലിമിറ്റേഷൻസ് ഉണ്ട്. എന്റെ മക്കൾക്ക് പഠിക്കാൻ പറ്റുന്ന 3 ലിമിറ്റേഷൻ വൃത്തിയായിട്ട് പഠിച്ചുകൊണ്ട് പോവുക. ഇതില് വാലൻസ് ബോണ്ട് തിയറിയില്. അടുത്തത് മക്കളെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറിയാണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. മക്കളെ, ക്രിസ്റ്റൽ ഫീൽഡ് തിയറിക്കകത്ത് 2 കാര്യങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കണം. 1 ഡയഗ്രാം പഠിക്കണം. ദാണ്ടെ ഒക്ടാഹിഡൽ കോംപ്ലക്സിലെയും ടെട്രാഹിഡൽ കോംപ്ലക്സിൽ. ഇത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. ഇതാരാക്കിക്കോണം? ടെട്രാഹിഡൽ ആക്കിക്കോണം. ടെട്രാഹിഡൽ ആയിക്കോണം. അപ്പൊ ഒക്ടാഹിഡൽ കോംപ്ലക്സിലെയും ടെട്രാഹിഡൽ കോംപ്ലക്സിലെയും ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗിന്റെ ഡയഗ്രം ഉണ്ടല്ലോ, അത് നിങ്ങൾ വൃത്തിയായിട്ട് വരച്ചുകൊണ്ട് പോകണം. എന്നിട്ട് അതിന്റെ എക്സ്പ്ലനേഷനും കൊടുക്കണം. ഒക്ടാഹിഡൽ കോംപ്ലക്സിനകത്ത് എവിടെ കൂടെ വരുന്നത്? എലോങ് ദി ആക്സിസിലൂടെയാണ് വരുന്നത്. അപ്പൊ dx² - y² dz² ഓർബിറ്റൽസിനും മോർ റിപ്പൽഷൻ സഫർ ചെയ്യും. അവർ സ്പ്ലിറ്റ് ചെയ്ത് മുകളിൽ പോകുവാണല്ലോ. മുകളിൽ 2 പെട്ടി, താഴെ 3 പെട്ടി. ആരുടെ കേസില്? ഒക്ടാഹിഡലിന്റെ കേസില്. ഇതിനെ അങ്ങ് തിരിച്ചു വെച്ചാൽ ആരായി? ടെട്രാഹിഡലായി. അവിടെ എലോങ് ദി ആക്സിസ് ആണെങ്കിൽ ടെട്രാഹിഡലിലെ ഇൻ ബിറ്റ്വീൻ ദി ആക്സിസ് എന്ന് എഴുതി ആ പോയിന്റ്സ് കൃത്യമായിട്ട് പറഞ്ഞ് നിങ്ങൾ എഴുതിക്കോണം. നമ്മളുടെ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ഷുവർ ഷോട്ടിൽ പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടിപൊളിയായിട്ട് പഠിച്ചോണം. അടുത്തത് പല കുട്ടികളും പഠിക്കാതെ പോകുന്നതാണ്. പല കുട്ടികളും അയ്യോ സാറേ അത് ഞങ്ങൾ പഠിക്കണോ എന്ന് ചോദിക്കും. മക്കളെ, ചിലപ്പോൾ അവിടെ നിന്ന് കയറി ചോദ്യം വരും. ഏതാണ്? ആപ്ലിക്കേഷൻസ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ 5 or 6 ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇഷ്ടപ്പെട്ട ഒരു 3 പഠിക്കുക. ക്ലിയർ ആണ്? ഓർമ്മയുണ്ടോ? നമ്മുടെ മെറ്റൽസിന്റെ പ്യൂരിഫിക്കേഷനകത്ത് ഉപയോഗിക്കുന്നു, അതേപോലെ എക്സ്ട്രാക്ഷനകത്ത് ഉപയോഗിക്കുന്നു, അതേപോലെ വിൽക്കിൻസൺസ് കാറ്റലിസ്റ്റ്, അതേപോലെ ലെഡ് പോയിസണിങ് എന്നൊക്കെ പറഞ്ഞ് കുറെ ആപ്ലിക്കേഷൻസ് NCERT-കകത്ത് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഠിക്കാൻ പറ്റുന്ന ഏതെങ്കിലും 3 ആപ്ലിക്കേഷൻ വൃത്തിയായിട്ട് പഠിച്ചുകൊണ്ട് പോകുക. ചിലപ്പോൾ ആപ്ലിക്കേഷനിൽ നിന്ന് ഒരു ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പഠിക്കേണ്ടത് ഡെഫിനിഷൻസ് ആണ്. നറേ ഡെഫിനിഷൻസിനാൽ റിച്ച് ആണ് ആര്? കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ ടേംസ് പറയും, അവരുടെ ഡെഫിനിഷൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് പോകണം. ഒന്നാമത്തതാണ് മക്കളെ കോർഡിനേഷൻ നമ്പർ. ഒന്നാമത്തത് പഠിക്കേണ്ടത് എന്താണ്? കോർഡിനേഷൻ നമ്പർ ആണ്. കോർഡിനേഷൻ നമ്പറിന്റെ ഡെഫിനിഷൻ പഠിച്ചോണം. പിന്നെ പഠിക്കേണ്ടതാണ് ആംബിഡെന്റേറ്റ് ലിഗാൻഡ്. പഠിച്ചോണേ. ആംബിഡെന്റേറ്റ് ലിഗാൻഡ്.
പിന്നെ പഠിക്കേണ്ടതാണ് ബൈഡെൻഡേറ്റ് ലിഗാൻഡ്. അതേപോലെ പിന്നെ പഠിക്കേണ്ടതാണ് നമ്മളുടെ കോർഡിനേഷൻ നമ്പർ ആയി, ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് ആയി, ബൈഡെൻഡേറ്റ് ലിഗാൻഡ് ആയി. പിന്നെ നിങ്ങൾ ഞാൻ ഈ പറയുന്ന ഒരാളുടെ സ്ട്രക്ചർ പഠിച്ചുകൊണ്ട് പോകണം. EDTA സ്ട്രക്ചർ പഠിച്ചുകൊണ്ട് പോകണം. EDTA എഥിലീൻ ഡയമീൻ ടെട്രാ അസറ്റേറ്റ് എന്ന് പറയുന്ന EDTA സ്ട്രക്ചർ പഠിച്ചുകൊണ്ട് പോകണം. എന്നിട്ട് അവർ ചോദിക്കും അത് എന്ത് ലിഗാൻഡ് ആണെന്ന് ചോദിക്കും. മറക്കല്ലേ അത് ഏത് ലിഗാൻഡ് ആടാ? ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. മറക്കല്ലേ, ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അതേപോലെ പിന്നെ പഠിച്ചുകൊണ്ട് പോകേണ്ട ടേം ആണ് കീലേറ്റിംഗ് ലിഗാൻഡ്. ഇതൊക്കെയാണ് കോർഡിനേഷനകത്തെ ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻസ്. കോർഡിനേഷൻ നമ്പർ പഠിക്കണം, ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് എന്താണെന്ന് പഠിക്കണം, ബൈഡെൻഡേറ്റ് ലിഗാൻഡ് എന്താണെന്ന് പഠിക്കണം, ഇവരുടെ എല്ലാം എക്സാമ്പിൾ പഠിക്കണം, EDTA 4- സ്ട്രക്ചർ പഠിക്കണം. EDTA 4- സ്ട്രക്ചർ പഠിക്കണം. ചോദ്യം ചോദിക്കും എന്ത് ലിഗാൻഡ് ആണെന്ന് ചോദിക്കും. ഹെക്സാഡെൻഡേറ്റ് ആണ്. കീലേറ്റിംഗ് ലിഗാൻഡിനെ കുറിച്ച് പഠിക്കണം. ക്ലിയർ ആണല്ലോ. പിന്നെ നിങ്ങൾക്കറിയാവുന്ന എല്ലാ ലിഗാൻഡ്സിനെയും അതിന്റെ എക്സാമ്പിൾസും പഠിക്കണം. മോണോഡെൻഡേറ്റ് ലിഗാൻഡ്, ബൈഡെൻഡേറ്റ് ലിഗാൻഡ്, പോളിഡെൻഡേറ്റ് ലിഗാൻഡ്, അങ്ങനെയുള്ള ലിഗാൻഡ്സിന്റെ എല്ലാം എക്സാമ്പിൾ പഠിച്ചോണം. ഹോമോലെപ്റ്റിക് കോംപ്ലക്സും ഹെറ്ററോലെപ്റ്റിക് കോംപ്ലക്സും പഠിക്കണം. എന്തോ ഹോമോലെപ്റ്റിക് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒരു ലിഗാൻഡ് ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിനകത്ത് സെൻട്രൽ മെറ്റൽ ആറ്റത്തെ സറൗണ്ട് ചെയ്തുകൊണ്ട് ഒറ്റ ടൈപ്പ് ലിഗാൻഡ് ഉള്ളെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹോമോലെപ്റ്റിക്. ഡിഫറന്റ് ടൈപ്പ് ഓഫ് ലിഗാൻഡ് ഉണ്ടെങ്കിൽ അയാളെ വിളിക്കുന്ന പേരാണ് ഹെറ്ററോലെപ്റ്റിക്. കൃത്യമായിട്ട് പഠിക്കണം മക്കളെ, സൂപ്പർ ആയിട്ട് പഠിക്കണം. ഇത്രയും സാധനങ്ങൾ പഠിച്ചോണ്ടേ എവിടെ പോകാവോ, എക്സാമിന് പോകാവോ. ഫ്രം ദ ചാപ്റ്റർ കോർഡിനേഷൻ. സെറ്റ് അല്ലയോ? ഓക്കെ അല്ലയോ? അപ്പൊ മക്കളെ, നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ ഡിസ്കഷൻ കഴിഞ്ഞു. അതിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എല്ലാം സാറ് പറഞ്ഞു തന്നു, ബ്രീഫായി എക്സ്പ്ലനേഷൻ തന്നു. അത് വൃത്തിയായിട്ട് പഠിച്ചോണം കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ പറഞ്ഞതിനകത്ത് ഏതെങ്കിലും സാധനത്തിന്റെ നോട്ടോ എക്സ്പ്ലനേഷനോ വേണമെങ്കിൽ ബ്രൈറ്റ് അക്കാഡമിയുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യണം. ക്യാമറാമാനെ നമ്മുടെ ലിങ്ക് അതിനകത്ത് കൊടുത്തേക്കണേ ഡിസ്ക്രിപ്ഷനകത്ത് കേട്ടോ. അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കൊടുക്കും, ജോയിൻ ചെയ്യുക. പറഞ്ഞാൽ മതി, സാധനം തരുന്നതായിരിക്കും കേട്ടോ. അത് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിനേഷന് വേണ്ടിയല്ല, ബോർഡ് എക്സാമിനേഷന് വേണ്ടിയാണെങ്കിലും വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ. ദാണ്ടേ അടുത്ത നമ്മുടെ ചാപ്റ്ററിന്റെ പേരാണ് ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അറീൻസ്. ആ ചാപ്റ്ററിനകത്ത് ആദ്യമേ നിങ്ങൾ പഠിക്കുന്നുണ്ട് നമ്മുടെ ഹാലോ ആൽക്കെയിന്റെ പ്രിപ്പറേഷൻ ഉണ്ട്. ആൽക്കഹോളിൽ നിന്നും വിത്ത് ആരാണ് SOCl2 പേര് തയോനൈൽ ക്ലോറൈഡ് എന്നാണ്. ആ ഒരു പ്രിപ്പറേഷൻ ഉണ്ട്, ശരിയല്ലയോ? ആ പ്രിപ്പറേഷൻ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ ആ റിയാക്ഷൻ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾ പഠിച്ചതാണ് ക്ലോറോ ആൽക്കെയിൻസിനെ അല്ലെങ്കിൽ ആൽക്കൈൽ ക്ലോറൈഡുകളെ ഉണ്ടാക്കാനുള്ള ബെസ്റ്റ് മെത്തേഡ് ആയിട്ട് പ്രിഫർ ചെയ്യുന്നത് വിത്ത് SOCl2 ആണ്. ആ റിയാക്ഷന്റെ പേരറിയണം, ഡാർസൺസ് റിയാക്ഷൻ എന്നാണ്. ആ റിയാക്ഷന്റെ പേരറിയണം, ഡാർസൺസ് റിയാക്ഷൻ എന്നാണ്. മറക്കല്ലേ, ഞാൻ ഈ പറഞ്ഞ റിയാക്ഷന്റെ പേര് ഡാർസൺസ് റിയാക്ഷൻ എന്നാണ്. എന്തുകൊണ്ടാ ഇവനെ ബെസ്റ്റ് മെത്തേഡ് ആയിട്ട് പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. ഉണ്ടാകുന്ന ബൈ പ്രോഡക്ട്സ് ആരൊക്കെയായിരുന്നു? പഠിച്ചതാ, പറ. ഉണ്ടാകുന്ന ബൈ പ്രോഡക്ട്സ് ആരൊക്കെയായിരുന്നു? വേഗം പറ. SO2 HCl ആയിരുന്നു. അവരാരാണ്? ഗ്യാസസ് ആണ്. അതുകൊണ്ട് ഈസി ആയിട്ട് എന്ത് ചെയ്തു പോകാം? എസ്കേപ്പ് ചെയ്തു പോകാന്ന് പറഞ്ഞ് നിങ്ങൾ പഠിച്ചതാണ്. അപ്പൊ ആ ചോദ്യം നിങ്ങൾ വൃത്തിയായിട്ട് അവിടെ പഠിച്ചോണം, ശരിയല്ലേ? അടുത്തത് 2 നെയ്മഡ് റിയാക്ഷൻ ആണ്, പഠിച്ചോണം. ഫിംഗൽസ്റ്റീൻ റിയാക്ഷനും സ്വാർട്സ് റിയാക്ഷനും ഏതെങ്കിലും ഒരെണ്ണം പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. ആരായിരുന്നു ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ? എക്സ്ക്ലൂസീവ് മെത്തേഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൽ അയഡൈഡ് ആണ്. എക്സ്ക്ലൂസീവ് മെത്തേഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൽ ഫ്ലൂറൈഡ് ആണ് ആര്? സ്വാർട്സ് റിയാക്ഷൻ. ഫിംഗൽസ്റ്റീൻ ആൽക്കൈൽ അയഡൈഡ്, ആൽക്കൈൽ ഫ്ലൂറൈഡ് ആണ് സ്വാർട്സ്. ഫിംഗൽസ്റ്റീനകത്ത് എടുക്കേണ്ടത് ആരെയായിരുന്നു? ആൽക്കൈൽ ഹാലൈഡ് ട്രീറ്റഡ് വിത്ത് സോഡിയം അയഡൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ആരാണ്? അസറ്റോൺ ആണ്. അപ്പുറത്ത് പറ ആൽക്കൈൽ ഹാലൈഡ് ട്രീറ്റഡ് വിത്ത് മെറ്റാലിക് ഫ്ലൂറൈഡ്സ് ലൈക്ക് AgF. ആരെ കിട്ടും? RFനെ കിട്ടും. മറക്കല്ലേ. ഒരു കാരണവശാലും നിങ്ങൾ ആ റിയാക്ഷൻ മറക്കാൻ പാടില്ല. ദാണ്ടേ അടുത്തതാണ് മക്കളെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷൻ SN1ഉം SN2ഉം. എന്താണ് SN1 എന്ന് ചോദിക്കാം, എന്താണ് SN2 എന്ന് ചോദിക്കാം. അതേപോലെ അവന്റെ ഡിഫറൻസും ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്തായിരുന്നു SN1 എന്നാൽ? സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലാർ റിയാക്ഷൻ. എന്തായിരുന്നു SN2? സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈമോളിക്കുലാർ. അറിയാമല്ലോ. SN1 ദാണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം, ജസ്റ്റ് സ്പീഡ് ഒന്ന് പറഞ്ഞേക്കാം.
സ്പീഡ് ഒന്ന് പറഞ്ഞേക്കാം. SN1 റിയാക്ഷൻ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. SN2 റിയാക്ഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലാർ, സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈമോളിക്കുലാർ. എന്തായിരുന്നു SN1? ഒരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന്റെ റേറ്റ് ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുമെങ്കിൽ സബ്സ്ട്രേറ്റിനെ മാത്രം. അപ്പുറത്ത് പറ സബ്സ്ട്രേറ്റിനെയും ന്യൂക്ലിയോഫൈലിനെയും. SN1 എത്ര സ്റ്റെപ്പില്? 2 സ്റ്റെപ്പില്. SN2 എത്ര സ്റ്റെപ്പില്? 1 സ്റ്റെപ്പില്. SN1ന്റെ ഓർഡർ ഫസ്റ്റ് ഓർഡർ, SN2ന്റെ ഓർഡർ സെക്കൻഡ് ഓർഡർ. മറക്കരുത്. SN1ന്റെ റിയാക്ടിവിറ്റിയുടെ ഓർഡർ 3 ഡിഗ്രി ഗ്രേറ്റർ ദാൻ 2 ഡിഗ്രി ഗ്രേറ്റർ ദാൻ ആരാണ്? 1 ഡിഗ്രി. SN1ന്റെ തിരിച്ചു പറഞ്ഞാൽ മതി. 1 ഡിഗ്രി ഗ്രേറ്റർ ദാൻ 2 ഡിഗ്രി ഗ്രേറ്റർ ദാൻ 3 ഡിഗ്രി. മറക്കല്ലേ. SN1ഉം SN2ഉം വളരെ ഇമ്പോർട്ടന്റ് ആണ്. വൃത്തിയായിട്ട് മെക്കാനിസം സഹിതം പഠിക്കുക. അടിപൊളിയായിട്ട് പഠിച്ചോണം. ക്ലിയർ ആണല്ലോ? അതേപോലെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന 3 റിയാക്ഷൻ ഉണ്ട്. AgCN-ഉമായിട്ടുള്ള റിയാക്ഷൻ, KCN-ഉമായിട്ടുള്ള റിയാക്ഷൻ, OH-ഉമായിട്ടുള്ള, അതായത് AgCN, KCN, KOH-ഉമായിട്ടുള്ള റിയാക്ഷൻ. അത് SN1 റിയാക്ഷൻ, SN2 റിയാക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. അത് കൃത്യമായിട്ട് നിങ്ങൾ അതിന്റെ പ്രോഡക്റ്റ് ഒന്ന് എഴുതി പഠിച്ചോണം. അപ്പൊ മക്കളെ ഏതാണ്ട് അടുത്ത ചോദ്യമാണ് എലിമിനേഷൻ റിയാക്ഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് എലിമിനേഷൻ റിയാക്ഷൻ. കേട്ടോണേ. എലിമിനേഷൻ റിയാക്ഷൻ സാറ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. ഒരു പാട്ട് അങ്ങോട്ട് പഠിച്ചു വെച്ചാൽ മതി എലിമിനേഷൻ റിയാക്ഷൻ പഠിക്കാന്. ദാണ്ട് ആദ്യമേ അങ്ങോട്ട് പാടി കേൾപ്പിക്കാം. ആൽഫ കാർബണിൽ നിന്നും ഹാലജനെ കളയണം, ബീറ്റ കാർബണിൽ നിന്നും ഒരു ഹൈഡ്രജനെ കളയണം. എന്നിട്ടുണ്ടല്ലോ ആൽഫയ്ക്കും ബീറ്റയ്ക്കും ഇടയിൽ ഡബിൾ ബോണ്ട് വരയ്ക്കണം. ഇതാണ് എലിമിനേഷൻ റിയാക്ഷൻ എഴുതാനുള്ള ട്രിക്ക്. ഒന്നുകൂടെ പറ. ആൽഫ കാർബണിൽ നിന്നും ഹാലജനെ കളയണം, ബീറ്റ കാർബണിൽ നിന്നും ഒരു ഹൈഡ്രജനെ കളയണം, ആൽഫയ്ക്കും ബീറ്റയ്ക്കും ഇടയിൽ ഡബിൾ ബോണ്ട് വരയ്ക്കണം. ആദ്യം ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരെണ്ണം കാണിച്ചു തരാം. എന്താണ്ട് ശ്രദ്ധിച്ചോണം. നിങ്ങൾ വൃത്തിയായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോണം. എന്താണ്ട് CH3 CH2 Cl. ഹാലോ ആൽക്കേൻ ആണല്ലോ. ഹാലജൻ ഡയറക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് ഈ കാർബണിനെ വിളിക്കുന്ന പേരാണ് ആൽഫ കാർബൺ. ഈ കാർബണിനെ വിളിക്കുന്ന പേരാണ് പിള്ളാരെ ബീറ്റ കാർബൺ. എലിമിനേഷൻ റിയാക്ഷന്റെ റിയേജന്റ് നിങ്ങൾക്കറിയാം. KOH അല്ലെങ്കിൽ NaOH ആണ്. തുഞ്ചത്ത് ആര് കാണുവടാ? ആൽക്കഹോളിക് കാണും. ശരിയല്ലയോ? എന്തുവായിരുന്നു ഞാൻ പാടി പഠിപ്പിച്ചത്? ആൽഫ കാർബണിൽ നിന്നും ആരെ കളയണം? ഹാലജനെ കളയണം. അപ്പതാ അവിടെ എന്തു മാത്രമേ എഴുതാൻ പറ്റോ? CH2 മാത്രം. ശരിയല്ലേ? എന്നിട്ട് എന്താ പറഞ്ഞത്? ബീറ്റ കാർബണിൽ നിന്നും ഒരു ഹൈഡ്രജനെ കളയണം. ബീറ്റ കാർബണിൽ നിന്നും ഒരു ഹൈഡ്രജനെ കളഞ്ഞാൽ അതെന്തോ വരുവടാ? CH2 വരും. എന്നിട്ട് ആൽഫയ്ക്കും ബീറ്റയ്ക്കും ഇടയിൽ ആരെ വരയ്ക്കണം? ഡബിൾ ബോണ്ട് വരയ്ക്കണം. ഇങ്ങനെയാണ് എലിമിനേഷൻ റിയാക്ഷന്റെ പ്രോഡക്റ്റ് ഇടുന്നത്. പക്ഷെ ഇത് ചോദിക്കത്തില്ല. പകരം ചോദിക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ ദാണ്ട പിടിച്ചോ, 2-ബ്രോമോപെന്റെയിൻ്റെതാണ് ചോദിക്കുന്നത്. 2-ബ്രോമോപെന്റെയിൻ എന്ന് പറഞ്ഞാൽ ഓർമ്മിച്ചോണം. ഈ 2-ബ്രോമോപെന്റെയിനെ എലിമിനേഷൻ നടത്താൻ പറഞ്ഞ് ചോദിച്ചാൽ ഉറപ്പിച്ചോണം നിങ്ങളോട് അവർ ചോദിക്കുന്നത് ഏത് ചോദ്യമായിരിക്കും? അവർ ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങളോട് ചോദിക്കുന്നത് ഏത് ചോദ്യമായിരിക്കും? സെയ്റ്റ്സ് ഓഫ് റൂൾ ആണ്. ഏത് റൂളാ ചോദിക്കുന്നത്? സെയ്റ്റ്സ് ഓഫ് റൂൾ ആണ്. ഇതേപോലെ ആ പോയിന്റ് നിങ്ങൾ ഓർമ്മിച്ച് വെച്ചേക്കണം. ഞാൻ എഴുതി കാണിക്കണോ? 2-ബ്രോമോപെന്റെയിൻ എഴുതി കാണിക്കണോ? ഇതാണ്ട് വേണമെങ്കിൽ എഴുതി കാണിക്കാം. 2-ബ്രോമോപെന്റെയിൻ. പെന്റ് എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5. ഇഷ്ടമുള്ള ഡയറക്ഷനിൽ നമ്പർ ചെയ്തു. ഒരു പുല്ല് സംഭവിക്കത്തില്ല. 2, 3, 4, 5. 2-ബ്രോമോ. 2ാം സ്ഥാനത്ത് ബ്രോമിൻ ഉണ്ടെന്ന്. ദാണ്ടടാ പിടിയടാ. ബാക്കിയുള്ള കാർബണിന്റെ ബാലൻസ് എല്ലാം ആരെ വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക? ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇവിടെതാ ഇതാണ് നിങ്ങളുടെ സുന്ദരനായ, സുമുഖനായ, സുശീലനായ ആര്? 2-ബ്രോമോപെന്റെയിൻ. ശരിയല്ലേ? നോക്കൂ, ബ്രോമിൻ അറ്റാച്ച് ചെയ്ത ഈ കാർബൺ ഏത് കാർബൺ ആണ്? ആൽഫ കാർബൺ ആണ്. ഈ കാർബൺ ഏത് കാർബൺ ആണ്? ബീറ്റ കാർബൺ ആണ്. ഈ കാർബൺ ഏത് കാർബൺ ആണ്? ബീറ്റ കാർബൺ ആണ്. ആൽഫ കാർബണിനോട് ഡയറക്റ്റ് അറ്റാച്ച്മെന്റ് ഉള്ള കാർബണിനെ വിളിക്കുന്ന പേരാണ് ബീറ്റ കാർബൺ. ശരിയല്ലേ? എന്തായിരുന്നു എന്റെ പാട്ട്? ആൽഫ കാർബണിൽ നിന്നും ഹാലജനെയും ബീറ്റ കാർബണിൽ നിന്നും ഒരു ഹൈഡ്രജനെയും കളയണം എന്ന് പറഞ്ഞു. സാറേ, ഇവിടെ 2 ബീറ്റ കാർബൺ ഉണ്ടല്ലോ, എവിടെ നിന്ന് കളയണം എന്നൊരു ചോദ്യമുണ്ട്. എവിടെയാണോ ഹൈഡ്രജൻ കുറവുള്ളത് അവിടെ നിന്ന് കളഞ്ഞാൽ മതി. ഇതിന്റെ പേരാണ് സെയ്റ്റ്സ് ഓഫ് റൂള്. നോക്കൂ, ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 ഹൈഡ്രജൻ ഉണ്ട്.
ഈ ബീറ്റയിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ ഉണ്ട്. എവിടെയാണ് കുറവുള്ളത്? 2. അവിടെ നിന്ന് കളയുക, ഉത്തരം എഴുതുക. നിയമത്തെ വിളിക്കുന്ന പേരാണ് സെയ്റ്റ്സ് റൂൾ. നിയമത്തെ വിളിക്കുന്ന പേരാണ് സെയ്റ്റ്സ് റൂൾ. പഠിച്ചോ. കേറി വരാൻ സാധ്യതയുള്ളതാണ്. അടുത്ത റിയാക്ഷൻ ആണ് സാന്റ് മേയേഴ്സ് റിയാക്ഷൻ. സാന്റ് മേയേഴ്സ് റിയാക്ഷന് മുമ്പ് ഒരു റിയാക്ഷനും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ച് വെക്കണം. ഡയാസോട്ടൈസേഷൻ റിയാക്ഷനും കൂടെ പഠിച്ചോണേ. സാന്റ് മേയർ, ഗട്ടർമാന് അതിനു മുമ്പ് പഠിക്കേണ്ടതാണ് ഡയാസോട്ടൈസേഷൻ. എല്ലാവർക്കും അറിയാം ഡയാസോട്ടൈസേഷൻ. ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡിനെ ഉണ്ടാക്കുന്ന റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഡയാസോട്ടൈസേഷൻ. ആരാ സാറേ ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ്? ബെൻസീൻ റിങ് N2 പ്ലസ് Cl മൈനസ്. ബെൻസീൻ റിങ് N2 പ്ലസ് Cl മൈനസ്. ബെൻസീൻ റിങ് N2 പ്ലസ് Cl മൈനസ്. ഇതിന്റെ പേരാണ് ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ്. ആ ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡിനെ ഉണ്ടാക്കുന്ന റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഡയാസോട്ടൈസേഷൻ. പഠിക്കാതെ പോവരുത്. അടുത്തതാണ് സാന്റ് മേയേഴ്സ് റിയാക്ഷൻ. എന്തുവായിരുന്നു സാന്റ് മേയേഴ്സ് റിയാക്ഷൻ? when BDC is treated with the cuprous chloride in the presence of HCl, cuprous bromide in the presence of HBr, chlorobenzene or bromobenzene is obtained, and this beautiful reaction is called സാന്റ് മേയേഴ്സ് റിയാക്ഷൻ. സാന്റ് മേയർ റിയാക്ഷൻ പഠിക്കാതെ പോവല്ലേ. അടുത്ത റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഗട്ടർമാൻ റിയാക്ഷൻ. എന്തായിരുന്നു ഗട്ടർമാൻ റിയാക്ഷൻ? when BDC is treated with the copper powder in the presence of HCl, chlorobenzene is obtained, അല്ലെങ്കിൽ copper powder in the presence of HBr, bromobenzene is obtained. This reaction is called ഗട്ടർമാൻ റിയാക്ഷൻ. അപ്പൊ ഏതൊക്കെ പഠിക്കണം? ഡയാസോട്ടൈസേഷൻ പഠിക്കണം, സാന്റ് മേയേഴ്സ് റിയാക്ഷൻ പഠിക്കണം, ഗട്ടർമാൻ റിയാക്ഷൻ പഠിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. ഏതെങ്കിലും ഒരെണ്ണം കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷനുകളിൽ ഒന്നാണ് ഹാലോ അറീൻസിന്റെ SN റിയാക്ഷൻ. ഹാലോ അറീൻസിന്റെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അവിടെ നിന്ന് ചോദ്യം ചോദിക്കും. അരയിൽ ഹാലൈഡ് ലെസ് റിയാക്റ്റീവ് ആണ്, എന്താണ് കാരണം? ഇത് ഏത് റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാ? ഹാലോ അറീൻസിന്റെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അവിടെ നിന്നൊരു ചോദ്യം ചോദിക്കും. അരയിൽ ഹാലൈഡുകൾ ലെസ് റിയാക്റ്റീവ് ആണ്, വാട്ട് ഈസ് ദ റീസൺ എന്ന്. ലെസ് റിയാക്റ്റീവ് ആകാൻ 3 കാരണങ്ങൾ നിങ്ങൾക്കറിയാം. ലെസ് റിയാക്റ്റീവ് ആകാൻ 3 കാരണങ്ങൾ. ആദ്യത്തതിന്റെ പേരാണ് റെസോണൻസ് ഇഫക്റ്റ്. റെസോണൻസ് ഇഫക്റ്റ് കാരണം കാർബണിനും ഹാലജനും ഇടയിൽ പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ വരും. അതുകൊണ്ട് ബോണ്ട് ബ്രേക്കിംഗ് ഡിഫിക്കൽട്ട് ആകും എന്ന് പറഞ്ഞുള്ള പോയിന്റ് ഉണ്ടല്ലോ, അതാണ് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തത് ഇൻസ്റ്റെബിലിറ്റി ഓഫ് ആരാണ്? ഫിനൈൽ കാറ്റയോൺ. രണ്ടാമത്തത് ഇൻസ്റ്റെബിലിറ്റി ഓഫ് ആരാണ്? ഫിനൈൽ കാറ്റയോൺ. മൂന്നാമത്തത് ഹാലോ അറീനകത്ത് ഹാലജൻ അറ്റാച്ച് ചെയ്ത കാർബണിന്റെ എന്താണ്? ഹൈബ്രിഡൈസേഷൻ ആണ്. അതും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതാണ്. വൃത്തിയായിട്ട് അത് പഠിക്കുക, അടിപൊളിയായിട്ട് അത് പഠിക്കുക. പഠിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ വൃത്തിയായിട്ട് നോക്കിക്കൊണ്ട് പോകണം. ഈ ക്വസ്റ്റ്യൻ ഇതേപോലെ റിപ്പീറ്റ് ചെയ്യും. അരയിൽ ഹാലൈഡുകൾ ലെസ് റിയാക്റ്റീവ് ആണ്, വാട്ട് ഈസ് ദ റീസൺ എന്ന്. 3 കാരണങ്ങൾ. 1 റെസൊണൻസ് ഇഫക്റ്റ് ആണ്, 2 ഇൻസ്റ്റെബിലിറ്റി ഓഫ് ആരാണ്? ഫിനൈൽ കാറ്റയോൺ ആണ്, 3 ഹാലജൻ അറ്റാച്ച് ചെയ്ത കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ ആണ്. sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്, ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ്, ബോണ്ടിൽ ഇലക്ട്രോൺസിനെ നന്നായി ഹോൾഡ് ചെയ്യും, ബോണ്ട് റിമൂവൽ ഡിഫിക്കൽട്ട് ആയിട്ട് മാറും. ആ സാധനം വൃത്തിയായിട്ട് പഠിക്കുക. അടുത്തത് വുഡ്സ് റിയാക്ഷൻ ആണ്, പണ്ട് മുതലേ പഠിക്കുന്നതാണ്. ആൽക്കൈൽ ഹാലൈഡുകളെ എടുക്കുക, സോഡിയം ഡ്രൈ ഈതറുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു, ആൽക്കെയിൻ ഉണ്ടാകുന്ന റിയാക്ഷൻ ആണ് വുഡ്സ് റിയാക്ഷൻ. പഠിച്ചോടാം. അടുത്തത് വുഡ്സ് വിറ്റിഗ് റിയാക്ഷൻ ആണ്. ആൽക്കൈൽ ഹാലൈഡിനെയും അരയിൽ ഹാലൈഡിനെയും എടുക്കുക, ആൽക്കൈൽ ബെൻസീൻ ഉണ്ടാകുന്ന റിയാക്ഷൻ. പഠിക്കണേ. അടുത്തത് ഫിറ്റിഗ് റിയാക്ഷൻ ആണ്. അരയിൽ ഹാലൈഡിനെ മാത്രം എടുക്കുക, ബൈഫിനൈൽ അല്ലെങ്കിൽ ഡൈഫിനൈൽ ഉണ്ടാകുന്ന റിയാക്ഷൻ ആണ്. പഠിക്കാതെ പോവല്ലേ. വുഡ്സ് റിയാക്ഷൻ പഠിക്കണേ, വുഡ്സ് വിറ്റിഗ് റിയാക്ഷൻ പഠിക്കണേ, ഫിറ്റിഗ് റിയാക്ഷൻ പഠിക്കണേ. അടുത്തത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നിങ്ങൾ അറിയണം. ആരുടേതാണ്? ബെൻസീൻ റിലേറ്റഡ് കോമ്പൗണ്ട്സിൻ്റെതാണ്. ഇവിടെ നമ്മൾ എടുക്കുന്ന ബെൻസീൻ റിലേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ട് ഏതാ? ഹാലോ അറീന്. ബെൻസീൻ റിങ്ങിനകത്ത് ആര്? Cl അറ്റാച്ച് ചെയ്യുന്നു.
അവിടെയും നിങ്ങൾക്കറിയാം അറ്റാച്ച് ചെയ്ത Cl പ്രത്യേകത പറ. ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണ്. ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണ്. വൃത്തിയായിട്ട് പഠിച്ചോണം. അതുകൊണ്ട് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നാൽ ഏതൊക്കെ പ്രോഡക്റ്റ് ആയിരിക്കും കിട്ടുക? ഓർത്തോ പ്രോഡക്റ്റ്, പാരാ പ്രോഡക്റ്റും. അറിയാമല്ലോ ഏതൊക്കെയാ? ക്ലോറിനേഷൻ പഠിക്കണം, സൾഫോണേഷൻ പഠിക്കണം, പിന്നെ ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ പഠിക്കണം, ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ പഠിക്കണം. ഇതൊന്നും എന്റെ മക്കൾക്ക് വലിയ പ്രയാസം വരത്തില്ല, കാരണം ഇത് ഓൾറെഡി ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. അപ്പൊ ഹാലോ അറീൻസിന്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ വൃത്തിയായിട്ട് പഠിച്ചുകൊണ്ട് പോകണം. അടുത്തത് ലാസ്റ്റ് ഭാഗമാണ് പോളി ഹാലജൻ കോമ്പൗണ്ട്സ്. അവിടെ ഫ്രിയോൺ നന്നായിട്ടൊന്ന് നോക്കണം, ക്ലോറോഫോം നന്നായിട്ട് നോക്കണം. ക്ലോറോഫോമുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ചോദ്യം ഇതാണ്. ക്ലോറോഫോമിനെ ഡാർക്ക് കളർ ബോട്ടിൽസിൽ, ഏത് കളർ ബോട്ടിൽസിലാണ്? ഡാർക്ക് കളർ ബോട്ടിൽസിൽ അല്ലെങ്കിൽ ആംബർ കളർ ബോട്ടിൽസിൽ സൂക്ഷിക്കുന്നു. കാരണം എന്താന്ന് ചോദിച്ചാൽ റീസൺ ഇത്രയേ ഉള്ളൂ. ക്ലോറോഫോം സ്ലോ ആയിട്ട് ഓക്സിഡൈസ് ചെയ്ത് ഹൈലി പോയിസണസ് ആയിട്ടുള്ള ഫോസ്ജീൻ ഉണ്ടാകും എന്ന് നിങ്ങൾ എഴുതി വെച്ചോണം. ഫോസ്ജീൻ ഉണ്ടാകും, അല്ലെങ്കിൽ വിളിക്കുന്ന മറ്റൊരു പേര് കാർബണൈൽ ക്ലോറൈഡ് എന്നാണ്. ഇങ്ങനെ ഉണ്ടാകാതിരിക്കാനാണ് ഡാർക്ക് കളർ ബോട്ടിൽസ് അല്ലെങ്കിൽ ആംബർ കളേർഡ് ബോട്ടിൽസിൽ ഇയാളെ സൂക്ഷിക്കുക എന്നുള്ളത് പഠിച്ചോണം. അപ്പൊ പോളിഹാലജൻ കോമ്പൗണ്ടിനകത്ത് പ്രധാനപ്പെട്ട രണ്ട് പേര് ഫ്രിയോൺ പഠിക്കണം, ക്ലോറോഫോം പഠിക്കണം. ക്ലോറോഫോമിന്റെ ചോദ്യം എന്താ? വൈ ക്ലോറോഫോം is stored in dark color bottles or amber colored bottles? Reason, chloroform is slowly oxidized to form a poisonous substance അല്ലെങ്കിൽ poisonous gas called phosgene or carbonyl chloride. ഫോർമുല COCl2 ആണ്. അതേപോലെ DDTയുടെ സ്ട്രക്ചർ ഒന്ന് വരച്ചോണേ. DDTയുടെ സ്ട്രക്ചർ ഒന്ന് ജസ്റ്റ് വരച്ച് പഠിച്ചുകൊണ്ട് പോകണം. ഇത്രയാണ് ഹാലോ ആൽക്കൈൻസിനകത്ത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിക്കൊണ്ട് പോകേണ്ട ചോദ്യങ്ങൾ. ക്ലിയർ അല്ലയോടാ മക്കളെ? നമ്മുടെ ഓർഗാനിക്കിന്റെ അടുത്ത ചാപ്റ്ററിലേക്ക് പോയാലോ? ചാപ്റ്ററിന്റെ പേര് ആൽക്കഹോൾ, ഫീനോൾസ് ആൻഡ് ഈതേഴ്സ് എന്നാണ്. ആൽക്കഹോൾ, ഫീനോൾസ് ആൻഡ് ഈതേഴ്സിനകത്ത് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചുകൊണ്ട് പോകേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, നാളെ എക്സാം ആണ്. ഈ ഒരു റിയാക്ഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ 30 മിനിറ്റ് ഒക്കെ വേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ളിടത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങൾ പറഞ്ഞു തരും. അത് വൃത്തിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചുകൊണ്ട് പോവുക, ഉറപ്പുവരുത്തുക. അല്ലാതെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് നമ്മുടെ ചാനലിനകത്ത് നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ബോർഡ് എക്സാമിനേഷന് വേണ്ടി ഇപ്പൊ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമായിരിക്കും പറയുന്നത്. അത് നിങ്ങൾ പഠിച്ചുകൊണ്ടേ പോകാവൂ. ക്ലിയർ അല്ലയോ? യെസ് മക്കളെ, ആദ്യത്തെ ഭാഗം ആൽക്കഹോളിന്റെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോള്. അവിടെ നമ്മുടെ കാർബണൈൽ കോമ്പൗണ്ട്സിനെ ഗ്രിഗ്നാർഡ് റിയേജന്റ് എല്ലാവർക്കും അറിയാം. ആൽക്കൈൽ മഗ്നീഷ്യം ഹാലൈഡുകളെ വിളിക്കുന്ന പേരാണ് ഗ്രിഗ്നാർഡ്സ് റിയേജന്റ്. ആ ഗ്രിഗ്നാർഡ് റിയേജന്റിൽ ആയിട്ട് റിയാക്ഷൻ ഉണ്ട്. ആർക്ക്? കാർബണൈൽ കോമ്പൗണ്ട്സിന്. അവിടെ തന്നെ നിങ്ങൾ പ്രത്യേകം പഠിച്ചു വെച്ചോണം. ഇത് ഒരു കാരണവശാലും മറക്കരുത്. ഫോർമാൽഡിഹൈഡ് ഗ്രിഗ്നാർഡ് റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്താൽ കിട്ടുന്നത് പ്രൈമറി ആൽക്കഹോളിനെ ആയിരിക്കും. ആൽക്കഹോളിന്റെ പ്രിപ്പറേഷൻ റിയാക്ഷൻ വിത്ത് ഗ്രിഗ്നാർഡ് റിയേജന്റ് ആണ്. ഗ്രിഗ്നാർഡ് റിയേജന്റ് കാർബണൈൽ കോമ്പൗണ്ട്സുമായിട്ട് റിയാക്ട് ചെയ്യും. അവിടെ തന്നെ ഫോർമാൽഡിഹൈഡുമായിട്ടാണ് ഗ്രിഗ്നാർഡ് റിയേജന്റ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ പ്രൈമറി ആൽക്കഹോളിനെ കിട്ടുന്ന റിയാക്ഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. വരച്ച് പഠിച്ചുകൊണ്ട് പോയിക്കോണം. ബാക്കി ഓൾ അതർ ആൽഡിഹൈഡ്, അതെന്തുവാ സാറേ ഓൾ അതർ ആൽഡിഹൈഡ് എന്ന് പറഞ്ഞ മക്കളെ? ഓൾ അതർ ആൽഡിഹൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോർമാൽഡിഹൈഡ് ഒഴികെയുള്ള ഏത് ആൽഡിഹൈഡിനെ നിങ്ങൾ എടുത്താലും അയാള് ഗ്രിഗ്നാർഡ് റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്താൽ ഉത്തരം സെക്കൻഡറി ആൽക്കഹോൾ ആയിരിക്കും. ഉത്തരം എന്താ? സെക്കൻഡറി ആൽക്കഹോൾ ആയിരിക്കും. ഇനി നിങ്ങൾ എടുക്കുന്നത് കീറ്റോണിനെ ആണെങ്കിൽ കീറ്റോൺ ഗ്രിഗ്നാർഡ് റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്താൽ കിട്ടുന്നത് ടെർഷ്യറി ആൽക്കഹോളിനെ ആയിരിക്കും. ഇതൊന്നും മറക്കല്ലേ. ഇത് കൃത്യമായിട്ട് പഠിക്കണം. അപ്പൊ ആദ്യമേ നമ്മുടെ ആൽക്കഹോളിന്റെ പ്രിപ്പറേഷൻ ആണ്. ആൽക്കഹോളിന്റെ പ്രിപ്പറേഷൻ ആരുമായിട്ടാണ്? കാർബണൈൽ കോമ്പൗണ്ട്സിനെ ഗ്രിഗ്നാർഡ് റിയേജന്റുമായിട്ടാണ്. റിയാക്ഷൻ സ്പെസിഫിക് ആയിട്ടാണ്
അടിപൊളിയായിട്ട് പഠിച്ചോണം. ഫോർമാൽഡിഹൈഡ് പ്ലസ് ഗ്രിഗ്നാർഡ് റിയേജന്റ് പ്രൈമറി ആൽക്കഹോൾ, ഫോർമാൽഡിഹൈഡ് ഒഴികെ വേറെ ഏത് ആൽഡിഹൈഡിനെ എടുത്താലും ആരാണ്? സെക്കൻഡറി ആൽക്കഹോൾ ആണ്. ഇനി ബാക്കി നിങ്ങൾ പറയണം. കീറ്റോൺ ആണെങ്കിൽ ആരാണ്? ടെർഷ്യറി ആൽക്കഹോൾ ആണ്. അടുത്തത് പഠിക്കുക, ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ ആണ്. ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ ആണ്. അത് കഴിഞ്ഞ വർഷത്തെ മോഡൽ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ ആണ്. ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ ആൽക്കീനെ ഡൈബൊറൈനുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കണം ഇൻ ദ പ്രസൻസ് ഓഫ് ആരാണ്? ആൽക്കലൈൻ ഹൈഡ്രജൻ പെറോക്സൈഡ്. ഉത്തരം ആൽക്കഹോൾ ആണ്. റിയാക്ഷനെ വിളിക്കുന്ന പേര് ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ ആണ്. ആ സാധനവും വൃത്തിയായിട്ട് പഠിക്കണം. അടുത്തത് കാർബണൈൽ കോമ്പൗണ്ട്സ് ആയിട്ടുള്ള ആൽഡിഹൈഡിന്റെയും കീറ്റോൺസിന്റെയും റിഡക്ഷൻ ആണ്. ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും റിഡക്ഷൻ നടത്തിയാലും നിങ്ങൾക്ക് ആരെ കിട്ടും? ആൽക്കഹോളിനെ കിട്ടും. അപ്പൊ ആൽക്കഹോളിന്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ 3 റിയാക്ഷൻസ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിച്ചുകൊണ്ട് പോകുക. കൃത്യമായിട്ട് ഇതിൽ നിന്ന് ഒരെണ്ണം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. എന്റെ മനസ്സ് പറയുന്നതാണ്ട് ഇത് കയറി ചോദിക്കാനാണ് സാധ്യത. കൃത്യമായിട്ട് അതെന്ത് ചെയ്യുക? പഠിക്കുക. ഇനി ഇതാണ്ട് അടുത്ത സാധനം പറയാൻ പോവാ. അടുത്ത സാധനം എന്തുവാ? നമ്മുടെ ആൽക്കഹോളിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ആൽക്കഹോളിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യത്തെ റിയാക്ഷൻ ആണ് എസ്റ്ററിഫിക്കേഷൻ. പഠിച്ചോണം. ആൽക്കഹോളുകൾ കാർബോക്സിലിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് ആരാണ്? കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. എസ്റ്റർ ഉണ്ടാകുന്നു. ഈ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് എസ്റ്ററിഫിക്കേഷൻ. എസ്റ്ററിഫിക്കേഷൻ വൃത്തിയായിട്ട് പഠിക്കണം. സെന്റൻസ് മാത്രം പഠിച്ചുകൊണ്ട് പോയിട്ട് കാര്യമില്ല. വിത്ത് ഇക്വേഷൻ പഠിച്ചോണം. അടുത്തത് ഡീഹൈഡ്രേഷൻ ആണ്. ആൽക്കഹോളിന്റെ ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ പഠിക്കണം. ആൽക്കഹോളിനെ ഡീഹൈഡ്രേഷൻ നടത്തിയാൽ കിട്ടുന്ന ആൻസർ ആൽക്കീൻ ആയിരിക്കും. പഠിക്കണം. അടുത്തത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് കെമിക്കൽ പ്രോപ്പർട്ടികളിൽ ഒന്നാണ് ലൂക്കാസ് ടെസ്റ്റ്. അത് മാത്രം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, കേട്ടോണം മക്കളെ. നിങ്ങൾക്ക് പ്രൈമറി ആൽക്കഹോളിനെയും സെക്കൻഡറി ആൽക്കഹോളിനെയും ടെർഷ്യറി ആൽക്കഹോളിനെയും എന്ത് ചെയ്യണം? ഡിസ്റ്റിംഗ്വിഷ് ചെയ്യണം. അങ്ങനെ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൽക്കഹോളിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റിനെ വിളിക്കുന്ന പേരാണ് ലൂക്കാസ് ടെസ്റ്റ്. അപ്പൊ എന്തോ ലൂക്കാസ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ആൽക്കഹോൾസ്. അടുത്ത പഠിക്കണം, എന്താണ് ലൂക്കാസ് റിയേജന്റ് എന്ന് ചോദിച്ചാൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള HCl-ന്റെയും ശ്രദ്ധിച്ച് കേൾക്കണേ, കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള HCl-ന്റെയും അൺഹൈഡ്രസ് ആയിട്ടുള്ള ZnCl2ന്റെയും കൂടെ മിക്സ്ചറിനെ വിളിക്കുന്ന പേരാണ് ലൂക്കാസ് റിയേജന്റ്. അപ്പൊ എന്താ ലൂക്കാസ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ആൽക്കഹോൾസ്. എന്താണ് ലൂക്കാസ് റിയേജന്റ് ഈസ് എ മിക്സ്ചർ ഓഫ് കോൺസെൻട്രേറ്റഡ് HCl ആൻഡ് അൺഹൈഡ്രസ് ZnCl2. എങ്ങനെയാ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുക സാറേ? നിങ്ങൾക്ക് പ്രൈമറി ആണോ, സെക്കൻഡറി ആണോ, ടെർഷ്യറി ആണോ എന്ന് അറിയത്തില്ല. 3 പേരിലേക്ക് നിങ്ങൾ ആരെ ആഡ് ചെയ്യുക? ലൂക്കാസ് റിയേജന്റിനെ ആഡ് ചെയ്യുക. ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് ടർബിഡിറ്റി തരുന്നത് ആരോ? അത് ടെർഷ്യറി ആയിരിക്കും. ടർബിഡിറ്റി ആഫ്റ്റർ ഫ്യൂ മിനിറ്റ്സ് ആരാണ്? സെക്കൻഡറി ആണ്. നോ ടർബിഡിറ്റി അറ്റ് റൂം ടെമ്പറേച്ചർ ആരാണ്? പ്രൈമറി ആണ്. ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റും. അപ്പൊ tertiary alcohols reacts with the Lucas reagent to give sudden turbidity. Secondary alcohols reacts with the Lucas reagent to give turbidity after few minutes അല്ലെങ്കിൽ 5 minutes. There is no reaction between Lucas reagent and primary alcohol at room temperature. ഇങ്ങനെ distinguish ചെയ്യാൻ പറ്റും. ഇത് correct ആയിട്ട് എഴുതി ഇക്വേഷനും കൂടെ എഴുതി പഠിച്ചുകൊണ്ട് പോകണം. അടുത്തത് ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. ആൽക്കഹോളുകളുടെ ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. സ്പെസിഫൈഡ് ആണ് റിയാക്ഷൻ, പഠിച്ചോണം. പ്രൈമറി ആൽക്കഹോളിനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രമേ എഴുതുന്നുള്ളൂ, ബാക്കിയുള്ളതെല്ലാം വൃത്തിയായിട്ട് പഠിച്ചോണം. പ്രൈമറി ആൽക്കഹോളിനെ ഓക്സിഡേഷൻ നടത്തിയാൽ നിങ്ങൾക്ക് ആരെ കിട്ടും? ആൽഡിഹൈഡിനെ കിട്ടും. ആരെ കിട്ടും? ആൽഡിഹൈഡിനെ കിട്ടും. ആൽഡിഹൈഡ് ഓൺ ഫർദർ ഓക്സിഡേഷൻ ഗീസ് ആരാണടാ പിള്ളാരെ? കാർബോക്സിലിക് ആസിഡ് ആണ്. ഇതാണ് ആൽക്കഹോളുകളുടെ ഓക്സിഡേഷൻ റിയാക്ഷൻ. പ്രൈമറി ആൽക്കഹോളിനെ ഓക്സിഡേഷൻ നടത്തിയാൽ ആൽഡിഹൈഡിനെ കിട്ടും. ആൽഡിഹൈഡ് ഓൺ ഫർദർ ഓക്സിഡേഷൻ ഗീവ്സ് ആരാണ്? കാർബോക്സിലിക് ആസിഡ്. കൃത്യമായിട്ട് ആ റിയാക്ഷൻ നോക്കിക്കൊണ്ട് പോകണം, പരീക്ഷയ്ക്ക് വയ്ക്കുന്നതാണ്. രണ്ട് സെക്കൻഡറി ആൽക്കഹോൾ ആണെങ്കിൽ സെക്കൻഡറി ആൽക്കഹോളിനെ
ഓക്സിഡേഷൻ നടത്തിയാൽ സെക്കൻഡറി ആൽക്കഹോളിനെ ഓക്സിഡേഷൻ നടത്തിയാൽ കീറ്റോൺ ആയിരിക്കും. കീറ്റോൺ ആർ നോട്ട് റെഡിലി ഫർദർ ഓക്സിഡൈസ്ഡ്. കീറ്റോണിനെ ഫർദറായിട്ട് ഓക്സിഡൈസ് ചെയ്യാൻ പ്രയാസമാണ്. അടുത്തത് പഠിച്ചു ടെർഷ്യറി ആൽക്കഹോൾ ആണ്. ടെർഷ്യറി ആൽക്കഹോളിനെ നിങ്ങൾ ഓക്സിഡേഷൻ നടത്തിയാൽ നോ റിയാക്ഷൻ. എന്ത് നടക്കത്തില്ല? ഓക്സിഡേഷൻ റിയാക്ഷൻ നടക്കത്തില്ല. ഇത് ഞാൻ ബ്രീഫായിട്ട് പറഞ്ഞതാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചുകൊണ്ടേ പോകാവൂ. കംപ്ലീറ്റ് ദ റിയാക്ഷനകത്തൊക്കെ കയറി വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ദാ ആൽക്കഹോൾ കഴിഞ്ഞു. അപ്പൊ ആൽക്കഹോളിനകത്ത് പഠിക്കേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വൃത്തിയായിട്ട് പഠിക്കുക. വൃത്തിയായിട്ട് ഇത്രയും പഠിച്ചുകൊണ്ടേ പോകാവൂ. അടുത്തത് ഫീനോൾ ആണ്. ഫീനോളിന്റെ പ്രിപ്പറേഷൻ പഠിക്കണം. ഫീനോളിന്റെ ഏതൊക്കെ പ്രിപ്പറേഷൻ പഠിക്കണമെന്ന് ചോദിച്ചാലേ ഫീനോളിന് നിറയെ പ്രിപ്പറേഷൻസ് ഉണ്ട്. അതിനകത്ത് ഞാൻ ഈ പറയുന്ന ഈ 3-4 പ്രിപ്പറേഷൻസ് നിങ്ങൾ പഠിച്ചോണ്ടേ പോകാവൂ. ശ്രദ്ധിച്ച് കേട്ടോണം. ആദ്യത്തത് ക്യുമീനിൽ നിന്നുമുള്ള പ്രിപ്പറേഷൻ ആണ്. ആദ്യത്തത് എവിടെ നിന്നുള്ള പ്രിപ്പറേഷൻ ആണ്? ക്യുമീൻ. ഐസോപ്രൊപ്പൈൽ ബെൻസീനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ 2-ഫിനൈൽ ബെൻസീനെ വിളിക്കുന്ന 2-ഫിനൈൽ പ്രൊപ്പേനെ വിളിക്കുന്ന പേരാണ് ക്യുമീന്. ക്യുമീനിനെ എയർ ഓക്സിഡേഷൻ നടത്തണം. അപ്പൊ നിങ്ങൾക്ക് ക്യുമീൻ ഹൈഡ്രോ പെറോക്സൈഡ് ഉണ്ടാകും. അയാളെ ഡൈലൂട്ട് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്ന സമയത്ത് ഫീനോൾ കിട്ടും. ക്യുമീനി എന്നുള്ള പ്രിപ്പറേഷൻ പഠിക്കണമേ. ക്യുമീനി എന്നുള്ള പ്രിപ്പറേഷൻ പഠിക്കണം മക്കളെ. രണ്ടാമത്തത് പഠിക്കേണ്ടത് ഒരു നെയ്മഡ് റിയാക്ഷൻ ആണ്. അതിനെ വിളിക്കുന്ന പേരാണ് ഡൗസ് പ്രോസസ്. എന്തുവാ വിളിക്കുന്നത്? ഡൗസ് പ്രോസസ്. ക്ലോറോബെൻസീനെ NaOH ട്രീറ്റ് ചെയ്യുന്നു. 623 കെൽവിൻ ടെമ്പറേച്ചർ ആൻഡ് 300 atm പ്രഷർ. ഫീനോൾ ഉണ്ടാകുന്ന റിയാക്ഷൻ ആണ്. അത് ഫീനോളിന്റെ പ്രിപ്പറേഷൻ ആയതുകൊണ്ട് അത് നിങ്ങൾ പഠിച്ചോണം. ഡൗസ് പ്രോസസ്. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് എന്തുവാണെന്നറിയാമോ? ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡിൽ നിന്നുമുള്ള പ്രിപ്പറേഷൻ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു പ്രിപ്പറേഷൻ ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പൊ ഫീനോളിന്റെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ക്യുമീനി എന്നുള്ളത് പഠിക്കണം, ഡൗസ് പ്രോസസ് പഠിക്കണം, BDCയിൽ നിന്നുള്ളത് പഠിക്കണം. ക്യുമീൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഡൗസ് പ്രോസസ് ക്ലോറോബെൻസീനെ ഫീനോൾ ആക്കുന്ന റിയാക്ഷൻ ആണ്. റിയേജന്റ് NaOH, അതേപോലെ 623 കെൽവിൻ ടെമ്പറേച്ചർ, 300 atm പ്രഷർ ആണ്. അടുത്തത് BDCയെ വാട്ടർ ആഡ് ചെയ്യുക, വാം ചെയ്താൽ മതി. ആരെ കിട്ടും? ഫീനോൾ കിട്ടും. ഈ 3 പ്രിപ്പറേഷനും വൃത്തിയായിട്ട് പഠിക്കുക. അതേപോലെ താണ്ടെ ശ്രദ്ധിച്ച് കേട്ടോണേ. ഫീനോളിന്റെ കെമിക്കൽ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് അനവധി തവണ ചോദിച്ച ചോദ്യങ്ങളിലൊന്നാണ് കോൾബ്സ് റിയാക്ഷൻ. ഫീനോളിനെ സാലിസിലിക് ആസിഡ് ആക്കുന്ന റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് കോൾബ്സ് റിയാക്ഷൻ. കോൾബ്സ് റിയാക്ഷൻ വൃത്തിയായിട്ട് പഠിച്ചുകൊണ്ട് പോവുക. അടുത്തതാണ് റീമർ ടീമൻ റിയാക്ഷൻ. ഫീനോളിനെ സാലിസിലിക് ആൽഡിഹൈഡ് ആക്കുന്ന റിയാക്ഷൻ ആണ്. വൃത്തിയായിട്ട് പഠിച്ചോണം. കോൾബിയോ റീമർ ടീമനോ ഏതെങ്കിലും ഒരെണ്ണം പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. വീണ്ടും പറയുന്നു, ഫീനോളിനെ സാലിസിലിക് ആസിഡ് ആക്കുന്ന റിയാക്ഷൻ ആണ്. ഏത് റിയാക്ഷൻ? കോൾബ്സ് റിയാക്ഷൻ. ഫീനോളിനെ സാലിസിലിക് ആൽഡിഹൈഡ് ആക്കുന്ന റിയാക്ഷൻ ആണ് റീമർ ടീമൻ റിയാക്ഷൻ. സാലിസിലിക് ആസിഡിന്റെ ഒരു ഇമ്പോർട്ടൻസ് കൂടെ പഠിച്ചുകൊണ്ട് പോയിക്കോ. സാലിസിലിക് ആസിഡിനെയാണ് ആസ്പിരിനെ ഉണ്ടാക്കാനുള്ള സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ആയിട്ട് എടുക്കുന്നത് ആരെയാണ്? സാലിസിലിക് ആസിഡിനെയാണ്. ആസ്പിരിനെ അസൈലേഷൻ നടത്തിയാൽ നിങ്ങൾക്ക് ആരെ കിട്ടും? സാലിസിലിക് ആസിഡിനെ കിട്ടും. ആ സാധനം വൃത്തിയായിട്ട് പഠിച്ചോളുക. അടുത്തത് ഫീനോളിന്റെ ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. ഫീനോളിനെ ഓക്സിഡേഷൻ നടത്തിയാൽ കിട്ടുന്നത് പാരാബെൻസോക്വിനോൺ ആണ്. പഠിച്ചോണം. ഫീനോളിനെ ഓക്സിഡേഷൻ നടത്തിയാൽ കിട്ടുന്നത് പാരാബെൻസോക്വിനോൺ ആണ്. പാരാബെൻസോക്വിനോണിനെ ഇവിടെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വരച്ചേക്കാം. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ സുനാപ്പിയെ വിളിക്കുന്ന പേരാണ് പാരാബെൻസോക്വിനോൺ. ഫീനോളിനെ ഓക്സിഡേഷൻ നടത്തുക. ക്രോമിക് ആസിഡ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് H2SO4 ആയിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ആരെ കിട്ടും? എന്താണ്? പാരാബെൻസോക്വിനോണിനെ കിട്ടും. ഇതാണ് ആരുടെ? ഫീനോളിന്റെ ഓക്സിഡേഷൻ റിയാക്ഷൻ. അടുത്തത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഫീനോൾസ് ആർ ലെസ് അസിഡിക് ഇൻ നേച്ചർ. ഫീനോൾ അസിഡിക് ആണ്. ഫീനോളിന് H+ കളയാനുള്ള കഴിവുണ്ട്. ആ H+ കളയാനുള്ള കഴിവുള്ളത് കൊണ്ട് അസിഡിക് ആണ്. പക്ഷെ ലെസ് അസിഡിക് ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ഫീനോള് H+ കളഞ്ഞാൽ ഉണ്ടാകുന്ന സാധനത്തിന്റെ പേരാണ് ഫീനോക്സൈഡ് അയോൺ. ഈ ഫീനോക്സൈഡ് അയോണിന് സ്റ്റെബിലിറ്റി കുറവാണ് എന്ന് നിങ്ങൾ അങ്ങ് പറഞ്ഞു വെച്ചിരിക്കണം. ഇത്രയും പറഞ്ഞാൽ മതി.
ഫീനോൾ അസിഡിക് ആണോ? അസിഡിക് ആണ്. വാട്ട് ഈസ് ദ റീസൺ? ഫീനോളിന് H+നെ കളയാനുള്ള കഴിവുണ്ട്, അതുകൊണ്ട് ഫീനോൾ ആരാണ്? അസിഡിക് ആണ്. ലെസ് അസിഡിക് ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ഫീനോള് H+നെ കളഞ്ഞിട്ടുണ്ടാകുന്ന സാധനമായ ഫീനോക്സൈഡ് അയോണിന് സ്റ്റെബിലിറ്റി കുറവായതുകൊണ്ട് ഫീനോളിന് H+നെ കളയാനുള്ള ടെൻഡൻസി കുറയും. സോ അയാളുടെ അസിഡിക് ക്യാരക്ടർ കുറയുമെന്ന് എഴുതി വെച്ചോണം. മറക്കല്ലേ. അടുത്തത് ഫീനോളിന്റെ നൈട്രേഷൻ ആണ്. എല്ലാ കുട്ടികളും കൊണ്ട് തെറ്റിക്കുന്ന റിയാക്ഷൻ ആണ്. ശ്രദ്ധിച്ച് കേൾക്കണം. അത് മാത്രം ഞാനൊന്ന് ജസ്റ്റ് വരച്ചേക്കാം, ശ്രദ്ധിച്ചോ മക്കളെ. ഫീനോളിനെ നൈട്രേഷൻ നടത്തുന്നു. എല്ലാ പിള്ളേർക്കും അറിയാം ഫീനോൾ ആരാണ്? ബെൻസീൻ റിങ് ഉണ്ടല്ലോ. ആ നൈട്രേഷന്റെ റിയേജന്റ് ആരാണ്? നൈട്രേഷന്റെ റിയേജന്റ് നൈട്രേറ്റിംഗ് മിക്സർ നിങ്ങൾക്കറിയാം. ഡയലൂട്ട് H2SO4, H2SO4 HNO3 ആണ്. അവിടെ തന്നെ ഓർമ്മിച്ചേക്കണം, ഞാൻ ഡയലൂട്ട് HNO3, അതേപോലെ ഡയലൂട്ട് H2SO4 നൈട്രേഷൻ ആണ്. നൈട്രേഷൻ ആണെങ്കിൽ ഇലക്ട്രോഫൈൽ ആരാ? NO2+ ആണ്. ഡയലൂട്ട് ആണെങ്കിൽ മക്കളെ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഇതാണ്. ബെൻസീൻ റിങ്ങിനകത്ത് OH, ഇയാളുടെ ഓർത്തോ പൊസിഷനിൽ NO2നെ വരയ്ക്കുക. ഇതിനെ വിളിക്കുന്ന പേരാണ് ഓർത്തോ നൈട്രോഫീനോൾ. ദാണ്ടെ ഒരു ഉത്തരവും കൂടെ കിട്ടും. ബെൻസീൻ റിങ് വരയ്ക്കുക, OHനെ വരയ്ക്കുക, NO2നെ വരയ്ക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ ഫീനോളിന്റെ നൈട്രേഷൻ മറക്കരുത്. ഫീനോളിനെ നൈട്രേഷൻ നടത്തുന്നു. നൈട്രേഷന്റെ റിയേജന്റ് ആരാ? H2SO4ഉം HNO3യുമാണ്. അത് ഡയലൂട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു മിക്സർ ആയിരിക്കും. ആരുടെയൊക്കെയാ? വേഗം പറ. ഓർത്തോ നൈട്രോഫീനോളിന്റെയും പാരാനൈട്രോഫീനോളിന്റെയും. ഇവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, എങ്ങനെ സെപ്പറേറ്റ് ചെയ്യും? ഒരു മിക്സർ ആണ് കിട്ടുന്നത്, എങ്ങനെ സെപ്പറേറ്റ് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഇത് ഓൾറെഡി +1 പഠിച്ചതാണ്. ഓർത്തോ നൈട്രോഫീനോളിനകത്ത് ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്, പാരാനൈട്രോഫീനോളിനകത്ത് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. സോ ഓർത്തോ നൈട്രോഫീനോൾ സ്റ്റീം വോളറ്റൈൽ ആണ്, പാരാനൈട്രോഫീനോൾ ലെസ് വോളറ്റൈൽ ആണ്. പഠിച്ചോണം. ഇതേ ഫീനോളിനെ തന്നുണ്ടല്ലോ മക്കളെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഡയലൂട്ടിന് പകരം കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള HNO3, കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള H2SO4 എന്ന് തന്നാൽ ഓർത്തോയും പാരയും വരയ്ക്കല്ലേ. വരയ്ക്കേണ്ടത് എന്താണ്? ബെൻസീൻ റിങ് അങ്ങോട്ട് വരയ്ക്കണം. ആ ബെൻസീൻ റിങ്ങിനകത്ത് OHനെ പിടിപ്പിക്കണം. ഇവന്റെ ഓർത്തോയിൽ NO2നെ കൊടുക്കുക, പാരയിൽ NO2നെ കൊടുക്കുക, എഗെയിൻ ഓർത്തോയിൽ NO2നെ കൊടുക്കുക. ഈ സാധനത്തിന്റെ പേരാണ് 2,4,6 ട്രൈനൈട്രോഫീനോൾ. ഇയാളെ വിളിക്കുന്ന പേരാണ് പിക്രിക് ആസിഡ്. സോ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. ഡയലൂട്ട് ആണെങ്കിൽ ഓർത്തോ നൈട്രോഫീനോൾ. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം പറ, എങ്ങനെ സെപ്പറേറ്റ് ചെയ്യും? ഓർത്തോയിൽ ഇൻട്രാ, പാരയിൽ ഇന്റർ, ഓർത്തോ സ്റ്റീം വോളറ്റൈൽ, അതില് പാരാ ലെസ് വോളറ്റൈല്. കോൺസെൻട്രേറ്റഡ് ആണെങ്കിൽ 2,4,6 ആയിരിക്കും കിട്ടുക. അടുത്തത് കണ്ടോ നിങ്ങൾ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് എന്തുവാണ്? ബ്രോമിനേഷൻ ആണ്. ബ്രോമിനേഷനും ഇതേപോലെ 2 കേസ് ഉണ്ട്. ഫീനോളിനെ ബ്രോമിനേഷൻ നടത്തുന്നു. ഞാനത് വരയ്ക്കുന്നില്ല, ജസ്റ്റ് പറയാം. ബ്രോമിൻ ഇൻ പ്രസൻസ് ഓഫ് CS2 ആണെങ്കിൽ, ബ്രോമിനെ ഓർത്തോയിൽ അറ്റാച്ച് ചെയ്ത ഒരു പ്രോഡക്റ്റ് വരയ്ക്കണം. എങ്ങനെയാണ്? ബെൻസീൻ റിങ്, OH, ദാണ്ടെ ഓർത്തോ ബ്രോമോഫീനോള്, കിട്ടുന്നത് ആരാണ്? പാരാബ്രോമോഫീനോൾ. ബെൻസീൻ റിങ് OHBr. മനസ്സിലായോ? ഇതേ ഫീനോളിനെ തന്നെ ബ്രോമിൻ CS2 അല്ല, പകരം അവര് പറയുന്നു ബ്രോമിൻ വാട്ടർ ആണെങ്കിൽ നേരത്തെ ചെയ്ത അതേ പരിപാടി ചെയ്തോണം. 2 ഓർത്തോയിലും പാരയിലും ആരെ പിടിച്ചു വെക്കുക? ബ്രോമിനെ പിടിച്ചു വെക്കുക. 2,4,6 ട്രൈബ്രോമോ ആരാണ്? ഫീനോൾ ആണ്. ഇമ്പോർട്ടന്റ് റിയാക്ഷൻ ആണ്, പഠിക്കാതെ പോവരുത്. കുട്ടികൾ ശ്രദ്ധിക്കാതെ തെറ്റിക്കുന്നതാണ്. ഇമ്പോർട്ടന്റ് ആണ്, അത് സ്പെസിഫൈ ചെയ്ത് പഠിച്ചോണം. അടുത്തത് റിയാക്ഷൻ വിത്ത് സിങ്ക് ഡസ്റ്റ് ആണ്. അത് പറയേണ്ട കാര്യമില്ല, ചെറിയ ക്ലാസ്സിലെ പഠിച്ച റിയാക്ഷൻ ആണ്. നിങ്ങൾക്ക് ഓർമ്മ കാണും, ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താം. ഫീനോൾ ആരാണ്? വേഗം പറ. ബെൻസീൻ റിങ് വരയ്ക്കണം. ഫീനോൾ ആരാണ്? വേഗം പറ. ബെൻസീൻ റിങ് വരയ്ക്കണം. ആ ബെൻസീൻ റിങ്ങിനകത്ത് ആരെ ഒട്ടിച്ചു വെക്കണം? OHനെ ഒട്ടിച്ചു വെക്കണം. ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു?
ZNOമായി സിങ്കുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഇവിടുന്ന് ZNO പോകും. ഉത്തരം ആരാണ്? ബെൻസീൻ ആണ്. C6H6 ആണ്. ഇതാണ് സിങ്ക് ഡസ്റ്റുമായിട്ടുള്ള റിയാക്ഷൻ. വൃത്തിയായിട്ട് പഠിച്ചോണം. അടുത്തത് ഈഥർ ആണ്. ഈഥറിനകത്ത് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകേണ്ടത് ഈഥറിന്റെ പ്രിപ്പറേഷൻ ആണ്. ഈഥറിന്റെ പ്രിപ്പറേഷനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് വില്യംസൺ സീതർ സിന്തസിസ് ആണ്. വില്യംസൺ സീതർ സിന്തസിസ് മസ്റ്റ് ആയിട്ടും പഠിച്ചുകൊണ്ട് പോകാൻ ചോദിക്കും. അടുത്തത് ഈഥറിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ്. വലിയ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒന്നും പഠിക്കാനില്ല. HI ആയിട്ടുള്ള റിയാക്ഷൻ പഠിച്ചോണം. HI ആയിട്ടുള്ള റിയാക്ഷൻ പഠിച്ചോണം. HI ആയിട്ടുള്ള റിയാക്ഷൻ പഠിച്ചോണം. അതേപോലെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന് ആരുടേത് പഠിക്കുക? ഈഥറിൻ്റെത് പഠിക്കുക. ഇത്രയാണ് നിങ്ങൾ ആൽക്കഹോൾ, ഫിനോൾസ് ആൻഡ് ഈഥേഴ്സിനകത്ത് വൃത്തിയായിട്ട് പഠിച്ചുകൊണ്ട് പോകേണ്ട ചോദ്യങ്ങൾ. മനസ്സിലായോ? ഓക്കെ അല്ലയോ? അപ്പൊ മക്കളെ, ഇത്രയും ചാപ്റ്റേഴ്സിലെ ഇത്രയും ക്വസ്റ്റ്യൻസ് വൃത്തിയായിട്ട് അങ്ങോട്ട് പഠിക്കുക. സെക്കൻഡ് ടൈമിലെ പോർഷനിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഫസ്റ്റ് ടൈമിൽ നിന്ന് 20% ആയിരിക്കും വരിക. അവിടെ സൊല്യൂഷൻ ഉണ്ട്, ഇലക്ട്രോ കെമിസ്ട്രി ഉണ്ട്, കൈനറ്റിക്സ് ഉണ്ട്, D and F ബ്ലോക്ക് എലമെന്റ്സ് ഉണ്ട്. അതിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോയും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതൊരു പാർട്ട് 2 ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പൊ നിങ്ങൾ ഇത്രയും നന്നായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പോയി പരീക്ഷ എഴുതുക. ഓക്കെ.